കുറ്റിക്കടവിൽ നിന്ന് ബസ് പുറപ്പെടുകയാണ്. ഇതേ ബസ്സാട്ടോ ചിറക് യാത്രൻ്റെ രണ്ടാമത്തെ യാത്ര. ചിറകിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ പാർസലായിട്ടാണ് കൊണ്ടുപോയത്. പെരുങ്ങളം ദർബാർ ഹോട്ടലിന് നിയാസാണ് അത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. മാവൂര് ബഡ്സ് സ്കൂളിലെ കുട്ടികളാണ് പ്രാവശ്യം നമ്മളെ കൂടെ. അതിരുകളില്ലാതെ പറക്കാം ചിറക് 2. കുറ്റിക്കടവ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ മാവൂർ പഞ്ചായത്തിലുള്ള നമ്മുടെ യാത്ര പോകാൻ ആ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് വയനാട്ടിലേക്കാണ് യാത്ര തിരിക്കുക. അതുമായി ബന്ധപ്പെട്ട് അതിനെ ഔദ്യോഗികമായിട്ട് അതിന് ഫ്ലാഗ് ഓഫ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട മാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആദ്യമായി സ്വാഗതിച്ചു. മാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പിൽ റസാക്ക ഫ്ലാഗ് ഓഫ് ചെയ്ത് ഞങ്ങൾ വയനാട്ടിലേക്ക് യാത്ര പുറപ്പെട്ടു. ഒരു ബസ്സിൽ മുഴുവനായിട്ട് ആളുകളുണ്ട്, കുട്ടികളുണ്ട്, അവരുടെ ടീച്ചേഴ്സുണ്ട്, അവരുടെ കുറച്ച് പാരൻസും ഉണ്ട്. ഓരോരുത്തരും അവരുടെ ഒരു പേരും വീടും പരിചയപ്പെടുത്തുന്ന ഒരു സമയമായിരുന്നു കേട്ടോ. ഓക്കെ, അടിപൊളി, എനർജറ്റിക് ആവട്ടെ. കായലാ രണ്ട് മക്കളാണ്, ഒരു മോനും ഒരു മോളും. മോള് +1 പഠിക്കുന്നു, മോന് 9ാം ക്ലാസ് പഠിക്കുന്നു. സ്കൂളിൽ എത്ര? ഞാന് 11ാമത്തെ വർഷമാണ് സ്കൂളിൽ. സ്കൂളിലെ അക്ഷയന്റെ അമ്മയാണ്. വീട് മാവൂരാണ്. ഹസ്ബൻഡിന്റെ വീട് കമ്മികളപ്പാണ്. ഞാൻ ഏരിമലയാണ് താമസം. 16 വർഷത്തിലേറെ 2 കുട്ടികളാണ് എനിക്കുള്ളത്. ഞാൻ വന്നിട്ട് അധിക ദിവസം ആയിട്ടില്ല, മാസങ്ങളായിട്ടേ ഉള്ളൂ. പിന്നെ എൻ്റെ പേര് മഞ്ജു, മാവൂരാണ് വീട്. മൂത്തമ്മ PG പഠിക്കുന്നു. രണ്ടാമത്തെ മോനാണ് ബഡ്സ് സ്കൂളിൽ പഠിക്കുന്നത്. ഇപ്പോൾ 4 വർഷമായിട്ട് മാവൂർ ബഡ്സിലാണ്. പിന്നെ ആശാരിൻ സ്കൂളിലാണായിരുന്നു. പിന്നെ ഞാൻ PTA പ്രസിഡന്റാണ്. അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലാ പരിവാർ എന്ന് പറഞ്ഞ ജില്ലാ പരിവാറിന്റെ വർക്കിംഗ് പ്രസിഡന്റാണ്. സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ കൂടിയാണ്. ഞാൻ സാജിദ, മാവൂർ ബഡ്സ് സ്കൂളിലെ ടീച്ചറാണ്. 11 വർഷമായിട്ട് അവിടെ ജോലി ചെയ്യുന്നു. പിന്നെ ആദ്യം തന്നെ നമ്മുടെ സംഘാടകർക്ക് ഒരു ബിഗ് ക്ലാപ്പ് കൊടുക്കുക. നമ്മൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് നല്ലൊരു നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് നമുക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്. അപ്പോൾ അത് അവർക്ക് വേണ്ടി നല്ലൊരു നന്ദി അറിയിക്കുന്നു. പിന്നെ ഞാൻ സ്കൂളെന്ന് പറഞ്ഞാൽ
എന്താ പറയാ ഇവരുടെ ലോകത്തെത്തിയപ്പോൾ നമുക്ക് എല്ലാ ടെൻഷനുകളും മാറി നമ്മുടെ എന്താ പറയാ നമ്മളെ വേറൊരു ലോകത്തേക്ക് എത്തിക്കുന്ന ഒരു മക്കളാണിത്. നല്ലൊരു പിന്നെ എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് ബഡ്സ് സ്കൂളിൽ നിന്ന് കിട്ടുന്നത്. ചില നമ്മൾ പിന്നെ വേറെ ജോലി ഓഫറുകളൊക്കെ ഉണ്ടായിട്ട് പോലും പക്ഷെ നമ്മളെ മക്കളെ വിട്ട് വേറെ പോകാനുള്ളൊരു എന്താ പറയാ അത് കഴിയാത്തൊരവസ്ഥയാണ്. അത്രയും നല്ലൊരു സ്നേഹവും കരുതലും നമ്മള് മക്കൾ നമുക്കും തരുന്നുണ്ട്, നമ്മൾ അങ്ങോട്ട് തിരിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഞാൻ കുറ്റിക്കടവേറിയാണ് കല്യാണം കഴിച്ചത്. വെള്ളിപ്പറമ്പ് 3 കുട്ടികളാണ്, 3 ആൺകുട്ടികളാണ്. പിന്നെ അത്രയൊക്കെ തന്നെ ഉള്ളൂ. 15 വർഷമായി വരാൻ തുടങ്ങി. സ്റ്റാൻഡില് ഓപ്പോസിറ്റ് വീട് എനിക്ക് 3 കുട്ടികളുണ്ട്. മൂത്തതാണ് ബിനില്, വർത്താനം പറയില്ല. എൻ്റെ പേര് ഹസീന, സ്ഥലം കോട്ടൂർ. ഹലോ, ഞാൻ സുബൈദ. ഞാൻ കുറ്റിക്കടവാണ് വീട്. എൻ്റെ മോന് ഫായിസാണ്. ഇവൻ്റെ മാതിരി വേറൊരു മോനും കൂടെ ഉണ്ട്. അത് ആശാകിരൻ സ്കൂളിൽ പഠിക്കുന്നു. ഇവൻ ബാവൂര് ബഡ്സ് സ്കൂളിൽ പഠിക്കുന്നു. അടുപ്പിച്ച് വെച്ചു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ബസ്സിനകത്തുള്ള മുഴുവൻ കുട്ടികളെയും രക്ഷിതാക്കളെയും ഞാൻ സ്വയം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സംഘാടകർക്ക് വേണ്ടി ഞാൻ സ്വയം പരിചയപ്പെടുത്താം. എൻ്റെ പേര് അനിരുദ്ധൻ. എൻ്റെ വീട് കുതിരാളത്താണ്, മാവൂർ പഞ്ചായത്തിലെ കുതിരാളം ഭാഗത്താണ്. എൻ്റെ മോളാണ് അനുശ്രീ. നൗഷാദ് TT പാട്ടുപാടി ആറാടുകയാണ്. പൊന്നോ കാതുകുത്താനെപ്പം വരും എൻ്റെ അമ്മവന്മാര് പൊന്നോ. അവൻ കൊച്ചി പറഞ്ഞ കഥ, അവൻ കൊച്ചി കൊച്ചി പറഞ്ഞ കഥ. കൊച്ചി കണ്ട് ബീച്ച് കണ്ട് കൊച്ചിയിലാടെ പൂക്കണ്ടേ, പിന്നെ കൊച്ചിക്കാരത്തെ കണ്ടേ. കൊച്ചി കണ്ട് ബീച്ച് കണ്ട് കൊച്ചിയിലാടെ പൂക്കണ്ടേ, പിന്നെ കൊച്ചിക്കാരത്തെ കണ്ടേ. കേൾക്കണോ പ്രിയ കൂട്ടനെ, അവൻ കൊച്ചി പറഞ്ഞ കഥ, അവൻ കൊച്ചി കൊച്ചി പറഞ്ഞ കഥ. മുറ്റകണ്ട് തിക്കി കണ്ടേ, മുത്താല കുറയും കണ്ടേ, പെണ്ണെ കണ്ടേ. മുത്തുകണ്ട് തിപ്പി കണ്ടേ, മുത്താല കുറയും കണ്ടേ, പിന്നെ മുത്ത് വെക്കുന്ന പെണ്ണെ കണ്ടേ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൻ കൊച്ചി പറഞ്ഞ കഥ, അവൻ കൊച്ചി കൊച്ചി പറഞ്ഞ കഥ. വളർന്നി നീതനച്ചല്ലേ പേടിയാവില്ലേ കൂട്ടണം പോണോട്ടെ വെയിലട്ടും മഴട്ടും പോയി തന്നെ നാടൻ വെട്ടം നിനക്കരുത്. വയനാട് ലക്കിടിയിലെത്തിയപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടൊരു സൗകര്യം ലഭിച്ചു.
അവിടെ ഞങ്ങൾ പാർസൽ കൊണ്ടുവന്ന ഭക്ഷണം ഞങ്ങൾ അവർക്ക് വേണ്ടി ഒരുക്കുകയാണ്. ഭക്ഷണം കഴിക്കാനായിട്ടൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. അൻസാറ് സിറ്റിയൊക്കെ സപ്ലൈ ചെയ്യുന്ന പോലെ ഇതാണ് സ്കൂളിലെ ടീച്ചേഴ്സ് കേട്ടോ, സ്റ്റാഫും. ഞങ്ങൾ ടേബിള്, അതേപോലെ സ്റ്റൂള്, കാര്യങ്ങൾ, ഉച്ചഭക്ഷണമൊക്കെ പാർസൽ കൊണ്ടുവന്നുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് നല്ലൊരു സൗകര്യത്തിൽ ഞങ്ങൾക്ക് എന്ത് കിട്ടി, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം കിട്ടി. അവിടെ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ കാരാപ്പുഴ ഡാമിൻ്റെ അടുത്തുള്ള ഈ ഒരു ചർച്ചിലാട്ടുള്ളത്. നമ്മൾ ചോദിച്ചപ്പം തന്നെ ഇവർ ഇവിടുന്ന് ഫുഡ് കഴിക്കാനുള്ളൊരു സമ്മതം തന്നിരുന്നു. ടേബിളും ചെയറും സ്റ്റൂളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല സഹകരണം കേട്ടോ. നമ്മളെ ബസ്സിലെ ക്ലീനറാണിത്, ബ്ലാക്ക് ടീഷർട്ട്. ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ട്. ഫുഡൊക്കെ കഴിഞ്ഞിട്ടോ നമ്മൾ വന്നപ്പോൾ എങ്ങനെയായിരുന്നു അതേപോലെ ക്ലീനാക്കി ഫുള്ള് എല്ലാ സാധനവും തിരിച്ച് പാക്ക് ചെയ്യാം. നടക്ക് ഇവര് ടിൻസാനിയ പാർക്കിലുള്ളവര് ബഡ്സ് സ്കൂളിലെ കുട്ടികളായതുകൊണ്ടേ നമുക്ക് സൗജന്യമായിട്ടാണ് തന്നിട്ടുള്ളത്. കുട്ടികൾക്ക് കംപ്ലീറ്റ് ഫ്രീ ആയിട്ടാണ്, പേരൻസിനും ബാക്കിയുള്ളവർക്കൊക്കെ പെയ്ഡുമാണ്. എല്ലാവരും റെഡിയല്ലേ? എന്താ കാണാൻ പോകുന്നത്? സിനിമ കാണാൻ പോകുന്നത്? സിനിമ കാണാൻ പോകുന്നത്? MAJയുടെ മാജിക് ഇല്ലല്ല, കുട്ടി ബാക്കിൽ നിന്ന് എടുക്കരുതെന്ന് അറിയുന്നത് വീഡിയോ. കുട്ടികൾക്ക് ഹരമായി മാറാൻ പോവാണ് കേട്ടോ. ഒന്നാണോ പാട്ട് വേണം. MAJക്ക് പാട്ടില്ലാതെ ഒരു പരിപാടി നടക്കും. പാട്ടും ആ ഡാൻസുമാണ് MAJന്റെ ഫേവറേറ്റ്. MAJന്റെ മാജിക് തകൃതിയായിട്ട് നടക്കുന്നു. എല്ലാരും ഉഷാറല്ലേ? കൈ തടുക്ക്, അനു കൈ താത്ത്, ഉഷാറല്ലേ? കൈ എടുക്ക്.